ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമാഭായി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്, ജേസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ ജൂൺ ജൂലൈ മാസത്തെ പരിചരണവും 5 സെൻറ്റിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പുമാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് കേവലം 5 സെൻറ്റിലെ എൻ്റെ ഡ്രാഗൺ ചെടികൾ. ഇവിടെ ഒരു മൂട്ടിൽ 4 ചെടികൾ വെച്ച് 90 പോസ്റ്റുകളിലാണ് ഞാൻ ഡ്രാഗൺ ചെടികൾ നട്ടിട്ടുള്ളത്. ഇവ നടുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് ഭൂമിയുള്ളവർക്ക് കൂടുതൽ ഡ്രാഗൺ ചെടികൾ എങ്ങനെ നടാം എന്ന ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ വിളവെടുക്കാൻ പോകാം. തൈകൾ അടുപ്പിച്ച് നട്ടതുകൊണ്ട് പഴത്തിന് വലിപ്പക്കുറവോ എണ്ണക്കുറവോ വരുന്നില്ല. ചെടിക്ക് പൊതുവെ ചൂട് കാലാവസ്ഥയാണ് അനുയോജ്യം. ഇപ്പോൾ മെയ് പകുതി മുതൽ മഴ തുടങ്ങിയിരിക്കുക. മഴവെള്ളം ഒരിക്കലും ഡ്രാഗണിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാൻ ഇടവരരുത്. വെള്ളം ചുവട്ടിൽ കെട്ടി നിന്നാൽ തണ്ട് ചെയ്യാൻ ഇടയാവും. തറയിൽ നടുന്നവർ മണ്ണ് മൂട്ടിൽ അടുപ്പിക്കുകയോ പണ കോരുകയോ ചെയ്യണം. ഇവിടെ കൂടുതൽ തൈകൾ അടുപ്പിച്ച് നട്ടിരിക്കുന്നതിനാൽ പണ കോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഡ്രമ്മിൽ ഡ്രാഗൺ ചെടികൾ നടുന്നവർ ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് നാം ഇടുന്ന സുഷിരങ്ങൾ അടഞ്ഞ് ഡ്രമ്മിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സുഷിരങ്ങൾ നാം വീണ്ടും ഏതെങ്കിലും രീതിയിൽ തുറന്നു കൊടുക്കണം. രാത്രിയിലാണ് ഡ്രാഗൺ പൂക്കുന്നത്. ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്കും പൂവണയും. അതിനുള്ളിൽ തന്നെ ഇതിൽ പരാഗണം നടക്കേണ്ടതുണ്ട്. പരാഗണം നടന്നില്ലെങ്കിൽ ആ പൂവ് മഞ്ഞ നിറത്തിലായി ഇതുപോലെ വാടി അടർന്നു പോകും. രാത്രി മുതൽ ഉച്ച വരെ തുടർച്ചയായ മഴയാണെങ്കിൽ ചിത്രശലഭങ്ങൾക്കോ തേനീച്ചകൾക്കോ ഒക്കെ പരാഗണം നടത്താൻ ആവില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെറിയ കായ്കൾ പൊഴിയുന്നത്. കുറച്ച് ചെടികളെ ഉള്ളുവെങ്കിൽ ഈ പൂവൊഴിച്ചിൽ തടയാനായി നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യാം. ഒരു ബ്രഷോ ഇയർബഡ്സോ ഉപയോഗിച്ച് പൂമ്പൊടി പരാഗണ സ്ഥലത്ത് എത്തിച്ചാൽ മതിയാകും. വലിയ ഡ്രാഗൺ തോട്ടങ്ങളിൽ ഹാൻഡ് പോളിനേഷൻ വളരെ പ്രയാസകരമാണ്. അവിടെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ തോട്ടങ്ങളുടെ ഇടയ്ക്ക് തന്നെ അങ്ങിങ്ങായി തേനീച്ചക്കൂട് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം ചെറിയ കായ്കളുടെ പൊഴിച്ചിൽ ഒഴിവാക്കാനാവും. ഇത് പൊട്ടാസ്യത്തിൻ്റെയോ ഫോസ്ഫറസിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. മഴക്കാലത്ത് പൊതുവെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വേപ്പെണ്ണ സ്പ്രേ 2 ആഴ്ചയിലൊരിക്കൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലതാണ്. മഴയില്ലാത്ത ദിവസം നോക്കി വേണം നാം വേപ്പെണ്ണ സ്പ്രേ ചെയ്യേണ്ടത്. മഴക്കാലത്ത് കളശല്യം പൊതുവെ കൂടുതലാണ്. മഴ പെയ്യും തോറും കള ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. പക്ഷേ ഒട്ടനവധി മൈക്രോ ന്യൂട്രിയൻസും ധാതുലവണങ്ങളും ആവശ്യമുള്ള ഒരു ചെടിയാണ് ഡ്രാഗൺ. അതുകൊണ്ട് നാം കളകൾ പിടിക്കുന്നതനുസരിച്ച് നാം കള പറിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ക്ലാറികൾ പരമാവധി ഒഴിവാക്കണം. അവ ഡ്രമ്മുകളിലോ കന്നാസുകളിലോ ഒഴിച്ച് സൂക്ഷിച്ചു വയ്ക്കണം. പകരം ഉണങ്ങിയ കമ്പോസ്റ്റുകൾ, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം ഇവ 2 മാസത്തിൽ ഒരിക്കൽ കൊടുക്കണം. നൈട്രജൻ കണ്ടന്റ് വളരെ കൂടുതലുള്ള ഒരു വളമാണ് കോഴിവളം. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർ നന്നായി കൾച്ചർ ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കൂ. ഒരു ഞെട്ടിൽ ഒന്നിലധികം മൊട്ടുകളും കായ്കളും ഉണ്ടാകും. അത് നാം കൊഴിച്ച് കളയേണ്ട കാര്യമില്ല. ഈ ചെടിക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവ തന്നെ അത് കൊഴിച്ചുകൊള്ളും. ഈ ഞെട്ടിൽ തന്നെ 4 മൊട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഞെട്ട് അടർന്നു പോവുകയാണ് ഉണ്ടായത്.
ഇനി ഇത് 3 എണ്ണവും കായാവും. ഇതിന് വലിപ്പക്കുറവ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഏകദേശം ഒരു 500-600 ഗ്രാം വരെ ഈ പഴം ഉള്ളതായിരിക്കും കിട്ടുക. ഡിയർ ഫ്രണ്ട്സ്, ഒഴിഞ്ഞു കിടന്ന 5 സെൻറ്റ് ഭൂമിയിൽ നിന്ന് ലഭിച്ച പഴങ്ങളാണ് ഇവ. ഇത് ജൂൺ മാസത്തെ ആദ്യത്തെ വിളവെടുപ്പാണ്. ഒരു മാസം ഇങ്ങനെ 3 തവണ നമുക്ക് വിളവെടുക്കാം. തെല്ലൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും ഇങ്ങനെ മാസത്തിൽ 3 തവണ പഴം പറിക്കാനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.